ഈ സിനിമയിൽ എത്താൻ കാരണം ജനൂസ് തന്നെയാണ്. ഞാനും ജനൂസും ഒരുമിച്ച് കോളേജിൽ പഠിച്ച കോളേജ് എന്ന് വെച്ചാൽ പുള്ളി ബിസ്കോം, ഞാൻ ബികോം. നമ്മളൊരു 15 പേരാണ്. 3 കൊല്ലം ഒരേ 3 റൂമിലായിരുന്നു. 15 റൂം, ഒരു 3 കൊല്ലം. സോ അങ്ങനെ ജനൂസിനെ അങ്ങനെ അറിയാം. സോ ജനൂസ് ഇങ്ങനെ ഈ പടത്തിൻ്റെ കാര്യം ഒരു കൊല്ലം മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഇങ്ങനെ ഒരു റോളുണ്ട്, അങ്ങനെയാണ് ഈ പടത്തിലെത്തിപ്പെടുന്നത്. എൻ്റെ അതെ, ഒരു പെട്ടെന്ന് ഒരു ദിവസം രാത്രി വിളിച്ച് ഇങ്ങനെ കാണാൻ പറ്റുമോ, ഇപ്പോൾ എനിക്കിപ്പോൾ കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ആയിക്കോട്ടെ, ഷൂട്ട് കഴിഞ്ഞിട്ട് ഓടിച്ചാടി ഇങ്ങോട്ട് വന്നു. എന്തിനാന്ന് ചോദിക്കുമ്പോഴത്തേക്കും കഥ പറയാനാണെന്നോ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഓടി ഇങ്ങോട്ട് വന്നു. എം ജി റോഡിലൊരു റെസ്റ്റോറൻറ്റിലാണ്. ഇപ്പോൾ 10-11 മണിയാകുമ്പോഴത്തേക്കും ഇങ്ങനെ കഥ പറഞ്ഞു. ഒരു മണിയാകുമ്പോഴത്തേക്കും കഥ പറഞ്ഞ് തീർന്നു. ഇങ്ങനെ ഒരു ത്രെഡായിരുന്നു, ഇത്രത്തോളം റിഫൈൻഡ് അല്ലായിരുന്നു. ഒരു തോട്ടും അതിൽ കുറേ സിറ്റുവേഷൻസൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഡേറ്റിൻ്റെ എത്തിയ പ്രശ്നമുണ്ട്, ഈ സമയത്താണ് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ ആ സമയത്ത് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ നോക്കി പറഞ്ഞ് നീ അല്ല ഒരാളത്താ പറയാം ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ട, ഒന്നിടത്ത് ഇങ്ങനെ ഒരു റോളുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ഐ മീൻ ഇതൊരു ലൈറ്റ് ഹാർട്ടഡ് തുടങ്ങുമ്പോൾ തന്നെ ഒരു ലൈറ്റ് ഹാർട്ടഡ് എൻ്റർടൈനർ വെച്ച് തുടങ്ങാം. ഐ മീൻ ക്ലീഷേഡ് സബ്ജക്റ്റാണ്. എല്ലാവരും പറഞ്ഞു, നമ്മൾ എത്രയോ പ്രാവശ്യം കണ്ട് കേട്ടിരിക്കുന്ന കഥ. ഞാനും ചോദിച്ചു, ഇത് എത്രയോ പ്രാവശ്യം എല്ലാവർക്കും അറിയുന്നൊരു ക്ലീഷേഡ് സബ്ജക്റ്റാണ്. ഐ മീൻ ഇറ്റ്സ് സ്റ്റിൽ ദ സെയിം എന്ന് പറയുമ്പോഴത്തേക്കും യു വാസ് വെരി ഷുവർ ഇതെനിക്ക് ഇതന്നെ വേണം. കാരണം ഐ തിങ്ക് അങ്ങനത്തെ ക്ലീഷേഡ് സ്റ്റോറീസ് പറഞ്ഞ് വലിപ്പിക്കാനാണ് ബുദ്ധിമുട്ട്. നമുക്ക് ഇതിൽ ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസും സ്ക്രീൻ പ്ലേയും സ്റ്റോറിയും ക്യാമറ വർക്കും എവറിത്തിങ് ഹാസ് ടു കം റൈറ്റ്. ആസ് എ ഫിലിം മേക്കർ യു സൂപ്പർ കോൺഫിഡൻറ്റ്. ഐ തിങ്ക് ആ പടം ഇപ്പോൾ ഞാൻ കുറേ ആൾക്കാർ പറഞ്ഞു കേൾക്കും, ഞാൻ കാണുമ്പോഴും മേക്കിങ്ങിലാണ്, അത് ഡയറക്ടറിൻ്റെ ഒരു സ്റ്റാമ്പ് ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും സൂപ്പർ ഹാപ്പി ഫോർ ഇറ്റ്. എനിക്ക് കാരണം ജനൂസിന് ഞാൻ ഒരിക്കലും ഞാൻ സിനിമയിൽ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ ഒരു 2-3 ദിവസമായിരുന്നു കമൽ സാറിൻ്റെ മോൻ. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഫ്രണ്ട് നമ്മളവിടെ ഞാൻ പറഞ്ഞില്ല, ഒരു 5 പേരാണ് ഒരു റൂമിൽ, ഡബിൾ ബെഡും ഒരു സിംഗിൾ, അങ്ങനെ 3 കൊല്ലം അങ്ങനെ ജീവിച്ച ആൾക്കാരാണ്. സോ നമ്മളൊക്കെ ആ ജീവിതം ആ സമയം ഒരുമിച്ച് വളർന്നുകൊണ്ടൊക്കെ ഞാൻ സിനിമാക്കാരനായിട്ട് കണ്ടിട്ടില്ല. ഞാൻ സിനിമയിലോട്ട് ഞാൻ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. പിന്നെ ജനൂസ് കമൽ സാറിൻ്റെ മോനായതുകൊണ്ട് മാത്രമല്ല, ഐ തിങ്ക് ഹീ ഈസ് നെവർ ടേക്കിൻ ദാറ്റ് ഫോർ ഗ്രാൻറ്റഡ്. ഒരിക്കലും എനിക്ക് കമൽ സാറിൻ്റെ മോനായതുകൊണ്ട് എനിക്ക് എളുപ്പത്തിന് പ്രൊഡ്യൂസർ കിട്ടുമെന്ന് അങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടുള്ള ആളെ അല്ല. കാരണം ദ റൈറ്റ് ചാനൽ കൂടിയാണ് പോയിട്ട് ഐ മീൻ പ്രാക്ടീസ് ചെയ്തത്. പഠിച്ച് വിസ്കോം ചെയ്തു കോയമ്പത്തൂർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാംഗ്ലൂരിൽ നിർവാണ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്തു, പ്രകാശ് വർമ്മയുടെ കമ്പനിയിൽ വർക്ക് ചെയ്തു 2-3 കൊല്ലം ആസ് എ ക്രിയേറ്റീവ് ഡയറക്ടറോ അങ്ങനെ എന്തോ. അത് കഴിഞ്ഞിട്ട് ലണ്ടനിലോട്ട് പോയി ഫിലിം മേക്കിംഗ് പഠിച്ചു. ഞാൻ പറഞ്ഞത് ലണ്ടനിലോട്ട് പോയി പഠിക്കേണ്ട, ഐ മീൻ അതല്ല, അതിൻ്റെ വിഷയം അതല്ല. കമൽ സാറിൻ്റെ മോനായതുകൊണ്ട് എനിക്ക് സിനിമ നേരെ ചെയ്യാം, പ്രൊഡ്യൂസർ കിട്ടുന്നല്ല. ആ ഒരു പ്രോസസ്സ് ഉണ്ട്. എനിക്കത് അറിയണം, എനിക്കും അറിയില്ല, എനിക്ക് പഠിക്കണം എന്നുള്ള രീതിയിൽ പുള്ളി അവിടെ പോയി പഠിച്ചിട്ട് തിരിച്ചു വന്ന് 3 പടത്തിൽ അസിസ്റ്റ് ചെയ്തു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട്. ആഷിഖ് കപൂറിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, 24 ഫീമെയിൽ കോട്ടയം. പിന്നെ ലാൽ ജോസ് സാറിൻ്റെ ഒരു പടം ഡയമണ്ട് നെക്ലസ്. പിന്നെ കമൽ സാറിൻ്റെ 2 പടത്തിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. സോ ആ കറക്റ്റ് ചാനലിലാണ്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാവരും പറയുന്ന പുതിയ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നു, അവരെ കണ്ടുപഠിക്കുക. കണ്ടോ, അവരൊരിക്കലും കമൽ സാറിൻ്റെ മോനെ ഇല്ലെങ്കിൽ അച്ഛൻ്റെ ഗുഡ് വില്ലോ അച്ഛൻ ചെയ്ത് എനിക്ക് അതുകൊണ്ട് എളുപ്പത്തിന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടല്ല ഇരിക്കുന്നത്. അവർ കറക്റ്റ് ആ ചാനലിലൂടെയാണ് ചെയ്ത് പോകുന്നത്. അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടും ഫിലിം സ്കൂളിൽ പോയിട്ടും ഒക്കെ ചെയ്തിട്ടാണ്. സോ ഐ വാസ് സൂപ്പർ കോൺഫിഡൻറ്റ്. പിന്നെ ഒരുമിച്ച് പഠിക്കുമ്പോൾ ഡയറക്ടർ ആകുമ്പോഴത്തേക്കും എങ്ങനെ ആയിരിക്കും അറിയില്ലല്ലോ നമുക്ക് എങ്ങനെ ആയിരിക്കും. ബട്ട് അതുപോലെ തന്നെയാണ് കോളേജിലുള്ള കോളേജിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ക്യാമറ. എവറിബഡി, എൻ്റെ അടുത്ത് മാത്രമല്ല, ക്യാമറ ആർട്ടിസ്റ്റിനോടും ടെക്നീഷ്യൻസിനോടും അസിസ്റ്റൻ്റ് ഡയറക്ടറോടും ട്രീറ്റ് ചെയ്യുന്നതൊക്കെ ഫ്രണ്ട്സ് പോലെയാണ്. ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത സിനിമയിലൊക്കെ അങ്ങനെ അല്ലാന്നല്ല, പക്ഷെ എന്നാലും ഒരു ബട്ട് ദിസ് ഇസ് ലൈക്ക് സൂപ്പർ ഫ്രണ്ട്ലി. അപ്പോൾ അത് ആ സിനിമയിൽ കാണാനുണ്ട്. അതിൽ ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസിലാണെങ്കിലും എല്ലാ ആർട്ടിസ്റ്റും എല്ലാവരും സൂപ്പർലേറ്റീവ്സിലെ നന്നായിട്ട് അങ്ങനെ എല്ലാവരെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അത് ഡയറക്ടറിന് മുകളിൽ റിഫ്ലക്ട് ചെയ്യുന്ന കാര്യമാണ്. കാരണം അത്രത്തോളം കംഫർട്ടബിൾ ആയിരുന്നു. ഈ ലെറ്റ്സ് യു ബി വാട്ട് യു ആർ. നമ്മൾ ഇത്തിരി പറയുമ്പോൾ നമ്മൾ ഇത്തിരി ടൈറ്റ് ആവും, പിന്നെ ക്യാമറ മുന്നിൽ കുറച്ച് കോൺഷ്യസ് ആവും. ഫ്രണ്ട്സ് ആണെങ്കിൽ എൻ്റെ തെറ്റുകളും പ്ലസ് മൈനസൊക്കെ അറിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും രാവിലെ അത് നമുക്കിങ്ങനെ പിന്നെ എളുപ്പമായി. സോ ഐ തിങ്ക് ഇഫ് പീപ്പിൾ സേ ആർട്ടിസ്റ്റിനെ പറ്റി നല്ല പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം എന്നെ പറ്റി കുറേ ആൾക്കാർ നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് ജനൂസിൻ്റെ ആ ഡയറക്ടറിനുള്ള കോംപ്ലിമെൻറ്റാണ്. കാരണം അത്രക്കും കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ഞാനിപ്പോൾ 4-5 ടേക്ക് പോയാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഒരു ദേഷ്യപ്പെടാണ്ട് സമയം പോകുന്ന അറിഞ്ഞിട്ട് ഒന്നും ഇല്ലാണ്ട് വെരി വെരി കൂളി ആൻഡ് കാംലി നമുക്കിങ്ങനെ ചെയ്യാം. നമുക്കിങ്ങനെ വേറെ ട്രൈ ചെയ്ത് നോക്കാം, ഇങ്ങനെ ചെയ്യാം. പിന്നെ വെരി വെരി
ക്ലിയർ കട്ടായിരുന്നു എന്താ വേണ്ടതെന്ന്. എൻ്റെ അടുത്ത് ഒരു കൊല്ലം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ വേണം, എനിക്ക് ബ്ലേസർ ആയിരിക്കണം, ബ്ലേസേഴ്സിൽ എത്ര ബട്ടൺ തുറന്നു വെക്കണം എന്ന്, ബട്ടൺസിൽ ബ്ലേസറിൽ എത്ര തുറന്നു വെക്കണം അവൻ തന്നെ പറഞ്ഞു. ഞാൻ ബ്ലേസർ ഇട്ട് എനിക്ക് പരിചയമില്ല. അപ്പോൾ സോ അത്രത്തോളം അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഉള്ളത് കൊണ്ടാണ് അത് അങ്ങനെ നിൽക്കുന്നത്. സോ സോ ഇല്ല, ഞാൻ ഇങ്ങനെ ആദ്യത്തെ പടമല്ല ഞാൻ അങ്ങനെ ചെയ്യുന്നത്. മെമ്മറീസ് എന്ന് പറഞ്ഞ പടത്തിൽ രാജുവിൻ്റെ അനിയനായിട്ട് ഒരു ക്യാരക്ടർ ചെയ്തായിരുന്നു. പിന്നെ അതല്ലാണ്ട് മിസ്റ്റർ ഫ്രോഡിൽ ചെറിയൊരു വേഷം ചെയ്തത്, നെഗറ്റീവ് ആണെങ്കിൽ. അപ്പോൾ ഞാനും രാജുവിൻ്റെ മെമ്മറീസ് എന്ന് പറയുന്ന പടത്തിൽ ആദ്യമായിട്ട് അവരുടെ ഓഫീസ് എനിക്ക് കോൾ കിട്ടി അവരുടെ ഓഫീസിലോട്ട് കഥ എന്താണെന്ന് അറിയാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും എന്നെ ഡ്രോപ്പ് ചെയ്തും പിക്ക് ചെയ്യാൻ ജനൂസ് ഉണ്ടായിരുന്നു. ഷാജി കാവനാട് എന്ന് പറഞ്ഞൊരു കൺട്രോളർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കാണുമെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനവർ കേട്ടിട്ട് എൻ്റെ അടുത്ത് അസിസ്റ്റൻ്റ് ഡയറക്ടർ ജിത്തുവേട്ടൻ ഇല്ലായിരുന്നു, ഒരു സൈലിക്സ് എന്ന് പറഞ്ഞിട്ടൊരു അസിസ്റ്റൻ്റ് ഡയറക്ടർ. അപ്പോൾ എൻ്റെ അടുത്ത് വലുതായിട്ടൊന്നും പറഞ്ഞില്ല, ചെറുതായിട്ട് ഇതാണ് സംഭവം. അപ്പോൾ നമുക്കതിലൊരു നമ്മൾ എന്താണെന്ന് നമുക്ക് പിടികിട്ടിയിട്ടില്ല. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ വണ്ടി കയറി ജനുസ് ഇതെങ്ങനെയാണ് പറയുന്നത്, എന്താണെന്ന് എനിക്കൊരു പിടിയില്ല കറക്റ്റായിട്ട്. അപ്പോൾ എൻ്റെ അടുത്തത് അവൻ്റെ ഒപ്പീനിയൻ കൊടുത്തത് അവൻ്റെ ഒരു അവൻ്റെ സെൻസും ജഡ്ജ്മെൻറ്റും കൂടെ ഐ തിങ്ക് ഞാൻ 1-2 ആൾക്കാരെ ഒപ്പീനിയൻ ചോദിക്കുന്ന ചില ആൾക്കാർ ഒരാളാണ് ജനു. സോ ഞാൻ അതിനു മുമ്പ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്തു. ഞാൻ അത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്ന കാര്യം, നമ്മൾ ലെങ്തി റോളോ അല്ലെങ്കിൽ ഹീറോ ചെയ്തിട്ടല്ല അതിൽ ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ല, അതിലല്ല കാര്യം. നമ്മളിപ്പോൾ ചെറിയ റോളാണെങ്കിലും ആൾക്കാർ ഇഷ്ടപ്പെടുമെങ്കിൽ ഇഷ്ടപ്പെടും. ലെങ്ത്തിലല്ല കാര്യം, കോണ്ടൻറ്റിലാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരാളത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ക്യാമറ മുമ്പിൽ ചെയ്യുന്നതല്ല ടാലൻറ്റ്, നമ്മൾ ആരും കൂടെ വർക്ക് ചെയ്യുന്നു, ആ ഡിസിഷൻ എടുക്കുന്നതാണ് ടാലൻറ്റ്. അവിടെയാണ് എനിക്ക് ഞാൻ ഇതുവരെ ചെയ്തതിന് മനസ്സിലാവുന്നത് അതാ. നമ്മൾ ആരും കൂടെ വർക്ക് ചെയ്യുന്നു, ആരും കൂടെ നമുക്ക് ഇവരൊക്കെയാണ് ഓക്കെ, ക്യാരക്ടർ എന്താ, റോൾ എന്താ, ഓക്കെ നമ്മളെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യൂ, മതി. അത് നമുക്ക് ഞാനിപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് ചോദിക്കുമ്പോഴത്തേക്ക് നല്ല ആളാണ് നമുക്കറിയാം. സോ അതിലാണ് കാര്യം. അല്ലാണ്ട് നമ്മൾ ഫുൾ ഫ്ലെജ് റോൾ ചെയ്തിട്ട് ഇതിലൊന്നും ഞാൻ ഇതുവരെ ചെയ്തതിൽ അതാ എനിക്ക് മനസ്സിലായത് അതാ.